ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞാൻ നമ്മളുടെ വില്ലൻ്റെ മുറ്റത്തേക്കൊക്കെ ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സൺസെറ്റ് വ്യൂ ഒക്കെ ഉണ്ട്, കണ്ടിരിക്കാൻ നല്ല രസമാട്ടാ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഓർഗാനിക് ഹെന്ന എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് 100 ഗ്രാം ഹെന്ന പൗഡർ ആട്ടോ ഞാൻ ഇവിടെ ചേർത്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 30 ഗ്രാം അഥവാ 2 ടീസ്പൂണ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 30-35 ഗ്രാം, 100 ഗ്രാമിന് അതിന് കൂടുതലായി ചേർത്ത് കൊടുക്കരുത് കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് എസെൻഷ്യൽ ഓയിലാട്ടോ. എസെൻഷ്യൽ ഓയിൽ 30 ml ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് വാട്ടറാണ്. വാട്ടർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ടൈമിൽ ചെറിയ എമൗണ്ട് ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്യുക, ശേഷം മിക്സ് ചെയ്യുക, പിന്നെയും വെള്ളം ആഡ് ചെയ്യുക. പിന്നെ വേണ്ടത് ലെമൺ ജ്യൂസ് ആട്ടോ. ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് എയർ ടൈറ്റ് ആയിട്ട് ഇത് വെക്കണം. 8 hours. സമ്മർ സീസൺ ആണെങ്കിൽ നമുക്ക് 8 hours, അപ്പോൾ ഒരു വിൻ്റർ ആണെങ്കിൽ ഒരു 24 hour വരെ വെക്കാം കേട്ടോ. ഞാൻ എന്തായാലും 24 hour വരെ വെക്കുന്നുണ്ട്. ഞാനിവിടെ ഇപ്പോൾ വിൻ്റർ സീസൺ ആണല്ലോ. അപ്പോൾ 24 hours ശേഷം ഞാൻ ഹെന്ന ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. മേലത്തെ ഹെന്നിൻ്റെ കളറും അതുപോലെ താഴെയുള്ള ഹെന്നിൻ്റെ കളറും നല്ല ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. ഇനി നമ്മളൊരു ബീറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ഹെന്ന പേസ്റ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മളുടെ ഹെന്ന പേസ്റ്റ് നല്ല സ്മൂത്തി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഹെന്ന പേസ്റ്റ് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് ഈ ഹെന്ന പേസ്റ്റ് എല്ലാം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പൈപ്പിംഗ് ബാഗിലേക്ക് ഹെന്ന പേസ്റ്റ് എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മേലേന്ന് താഴേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടോ. അതിന് ശേഷം നമ്മൾ ഒരു റബ്ബർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. ശേഷം നമ്മൾ ഫ്രീസറിൽ ഇത് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഇനി എപ്പോഴാണ് നമ്മൾ നെയിൽക്കോൺ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ പുറത്തേക്ക് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ വീഡിയോ.